രാവിലെ എണ്ണീറ്റ് ആദ്യം തന്നെ ഉച്ചക്കത്തേക്കുള്ള അരി തിളപ്പിക്കാനിട്ടു. തിളച്ചു വന്ന അരി ഏകദേശം ഒരു 15 മിനിറ്റോളം അങ്ങനെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നേരെ എടുത്തങ്ങ് റൈസ് കുക്കറിനകത്തോട്ട് വെച്ച് വീണ്ടും ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ എടുത്ത് തിളപ്പിച്ചിട്ട് ഊറ്റുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റെഡി. ചുമന്നരിക്ക് വേവ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളേരിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അരമണിക്കൂറോളം റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ടാണ് ഊറ്റാറുള്ളത്. അങ്ങനെ പീലിയുടെ ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും ഒക്കെ റെഡിയാക്കി മോളെ സെറ്റാക്കി നേരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ ജിമ്മിൽ പോയി വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വിട്ടു. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഗിഫ്റ്റ് ബോക്സ് എന്താണെന്നറിയണ്ടേ? ഇത് എനിക്കുള്ള ഗിഫ്റ്റ് അല്ല, ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഗിഫ്റ്റ് ആണ്, അതായത് ടോപ്പ് കമന്റർക്കുള്ള ഗിഫ്റ്റ്. ഇതുവരെയും ഗിഫ്റ്റ് കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട, ഉടനെ തന്നെ നമ്മുടെ ഓണം ഗിവ് അവേ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഇനിയും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഒരു ടോട്ട് ബാഗ്, 2 പീസ് കുർത്ത സെറ്റ്, ഡാസ്ലറിന്റെ ഐ മേക്കപ്പ് കിറ്റ്, ഡോട്ട് ആൻഡ് ഗീയുടെ ഒരു ഫേസ് വാഷ്, സൺസ്ക്രീൻ, കൂടെ മാർസിന്റെ ഒരു ലിപ്സ്റ്റിക്, ഒരു സെറ്റ് ഓഫ് ഇയറിംഗ്സും, കൂടെ കുറച്ച് ഫ്ലവർ ക്ലിപ്പും. അപ്പൊ നമ്മുടെ ടോപ്പ് കമന്ററിനെ നോക്കിയാലോ, ദാ വരുന്നു ഹരിത ഗോപിനാഥ്. കൺഗ്രാറ്റ്സ് ഹരിത. ആകെ 604 കമന്റ് ആണുള്ളത്. ഉടനെ തന്നെ ഇൻസ്റ്റ ഐ ഡി എനിക്ക് കമന്റ് ചെയ്യണേ. അപ്പൊ ഓക്കെ, ബൈ.